ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് മനുഷ്യൻ കീഴടക്കിയിട്ട് ദശകങ്ങൾ പിന്നിട്ടു. എന്നാൽ എവറസ്റ്റിനേക്കാൾ ഉയരം കുറവായ ഒരു മല മനുഷ്യൻ ഇന്നും തൊടാൻ ഭയക്കുന്നു. അതാണ് കൈലാസം. പവിത്രതയുടെയും അമാനുഷിക ശക്തിയുടെയും പ്രതീകമായ കൈലാസം. എന്തുകൊണ്ടാണ് ഈ പർവ്വതം ഇന്നും ഒരു നിരോധിത മേഖലയായി തുടരുന്നത്? എന്തുകൊണ്ട് ഈ പർവ്വതത്തിന്റെ ഉയരം മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്ക് അതീതമാണ്? നമുക്ക് നോക്കാം. കൈലാസം സ്ഥിതി ചെയ്യുന്നത് ചൈനയുടെ അധീനതയിലുള്ള ടിബറ്റിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6638 മീറ്റർ ഉയരത്തിലാണ് ഈ കൊടുമുടി. ഇത് എവറസ്റ്റിനേക്കാൾ ഉയരം കുറവാണെങ്കിലും ഇതിന്റെ സാമീപ്യം പോലും ഭയപ്പെടുത്തുന്നതാണ്. ഇവിടുത്തെ പ്രത്യേകത അതിന്റെ ആകൃതിയാണ്. ഒരു ശിവലിംഗത്തെ പോലെ അല്ലെങ്കിൽ ഒരു പിരമിഡിനെ പോലെ 4 ദിശകളിലേക്കും തിരിഞ്ഞു നിൽക്കുന്നു. ഏഷ്യയിലെ 4 വലിയ നദികളുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ് കൈലാസം: സിന്ധു, ബ്രഹ്മപുത്ര, സത്ലജ്, കർണാലി. ലോകത്ത് 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള 14 കൊടുമുടികൾ മനുഷ്യൻ കീഴടക്കിയിട്ടുണ്ട്. എന്നാൽ 6638 മീറ്റർ മാത്രം ഉയരമുള്ള കൈലാസത്തിൽ ഒരാൾ പോലും കാലുകുത്തിയിട്ടില്ല. ഇതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. അഗാധമായ വിശ്വാസം. 4 മതങ്ങളുടെ ഹൈന്ദവം, ബുദ്ധമതം, ജൈനമതം, ബോൺ മതം എന്നിവയുടെ പുണ്യസ്ഥലമാണ് കൈലാസം. ഇവിടെ കാലുകുത്തുന്നത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. അപ്രതീക്ഷിത തടസ്സങ്ങൾ. പർവ്വതാരോഹകർ ഇതിനെ അപ്രാപ്യമായ കൊടുമുടി, അൺക്ലൈംഡ് പീക്ക് എന്നാണ് വിളിക്കുന്നത്. കയറാൻ ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് ദിശാബോധം നഷ്ടപ്പെടുക, അപ്രതീക്ഷിതമായ കാലാവസ്ഥ മോശമാവുക, പർവ്വതത്തിന്റെ ആകൃതിയിൽ തന്നെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ വിചിത്രമായ പ്രതിഭാസങ്ങളുണ്ടാകും. കൈലാസത്തിനടുത്തെത്തുമ്പോൾ സഞ്ചാരികൾക്ക് അനുഭവപ്പെടുന്ന ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വളരെ വിചിത്രമാണ്. ഓക്സിജൻ കുറവുള്ള മറ്റു മലകളിലെ അസ്വസ്ഥതയല്ല ഇത്. ഹൃദയമിടിപ്പ് അമിതമാവുക, ശ്വാസം തൊണ്ടയിൽ കുടുങ്ങുന്നത് പോലെ തോന്നുക, മനസ്സ് വിഭ്രമിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചിലർക്ക് അവിടെ നിന്ന് മടങ്ങുമ്പോൾ ശരീരം പെട്ടെന്ന് തളരുന്നതായും അനുഭവപ്പെടുന്നു. ഇത് ശാസ്ത്രം പറയുന്നത് കൈലാസത്തിന്റെ കാന്തിക മണ്ഡലത്തിലെ മാഗ്നറ്റിക് ഫീൽഡ് അസാധാരണമായ മാറ്റങ്ങളാണെന്നാണ്. കൈലാസ പർവ്വതത്തിൽ കയറാൻ ശ്രമിക്കുകയും പരാജയപ്പെട്ട് തിരിച്ചിറങ്ങുകയും ചെയ്ത സംഭവങ്ങൾ വളരെ വിരളമാണെങ്കിലും അങ്ങനെയൊന്നുണ്ട്. കൈലാസം കീഴടക്കാൻ ഔദ്യോഗികമായി ആരും അനുവാദം ചോദിക്കാറില്ലെങ്കിലും മുൻകാലങ്ങളിൽ നടന്ന ചില ശ്രമങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതും കൃത്യമായതുമായ ഒരു സംഭവം 2001 നടന്നത്. സ്പാനിഷ് പർവ്വതാരോഹകനായ ജീസസ് മാർട്ടിനസ് നവാസ് കൈലാസം കീഴടക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അന്ന് ചൈനീസ് സർക്കാർ അദ്ദേഹത്തിന് അനുവാദം നൽകാൻ തയ്യാറായി. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരും ബുദ്ധമതക്കാരും ലോകത്തിലെ പ്രമുഖ വ്യക്തികളും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൈലാസത്തിന്റെ പവിത്രത തകർക്കരുത് എന്നായിരുന്നു അവരുടെ ആവശ്യം. ഒടുവിൽ ആ സമ്മർദ്ദത്തിനു വഴങ്ങി ചൈനീസ് സർക്കാർ പർവ്വതാരോഹണത്തിനുള്ള അനുവാദം റദ്ദാക്കുകയും അന്നു മുതൽ കൈലാസത്തിൽ ആരും കാലുകുത്തരുത് എന്ന് കർശനമായി ഉത്തരവിടുകയും ചെയ്തു. 80കളിലോ മറ്റോ ഒരു സംഘം റഷ്യൻ പർവ്വതാരോഹകർ കൈലാസത്തിന്റെ നിരോധന മേഖലയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ പർവ്വതത്തിന്റെ ഉയരത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ശാരീരികമായ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. അവരുടെ ഹൃദയമിടിപ്പ് അമിതമായി കൂടുകയും അങ്ങേയറ്റത്തെ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്തു. ഏറ്റവും വിചിത്രമായ കാര്യം, അവർ പെട്ടെന്ന് തന്നെ വല്ലാത്ത വാർദ്ധക്യത്തിലേക്ക് കടന്നതുപോലെ തോന്നുകയും ആ സംഘത്തിലെ ചിലർ വളരെ പെട്ടെന്ന് തന്നെ രോഗബാധിതരായി മരണപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ബാക്കിയുള്ളവർ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൈലാസത്തിന്റെ അടിവാരത്ത് സമയം സാധാരണയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നുവെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെ ചിലവഴിക്കുന്ന മണിക്കൂറുകൾക്ക് പകരം ശരീരത്തിന് അനുഭവപ്പെടുന്നത് ദിവസങ്ങളുടെ ക്ഷീണമാണ്. മുടിയും നഖവും പെട്ടെന്ന് വളരുന്ന പ്രതിഭാസം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ ടൈം അനോമലി എന്നാണ് വിളിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പുരാണങ്ങൾ പറയുന്നത് വെറുതെയല്ല. ഇതൊരു എനർജി വോർട്ടെക്സ് ആണെന്നാണ് ആധുനിക പഠനങ്ങൾ പോലും സൂചിപ്പിക്കുന്നത്. കൈലാസം വെറുമൊരു കുന്നല്ല, അതൊരു മഹാശക്തിയാണ്. മനുഷ്യന്റെ അഹങ്കാരത്തിന് മുന്നിൽ തലകുനിക്കാത്ത പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതം. ചില കാര്യങ്ങൾ ശാസ്ത്രത്തിന് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതല്ല, അത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കൈലാസത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.